Good morning, all. Good morning, ma'am. Morning. Good morning, ma'am. Good morning, ma'am. Morning. Exam എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു മാം. ഓക്കെ. അപ്പൊ നമ്മൾക്ക് ഇനി എടുക്കാനായിട്ടുള്ള മൊഡ്യൂള് തേർഡും ഫോർത്തും ഇച്ചിരി സ്പീഡ് എന്താ പറയുക കുറച്ചും കൂടി വലിയ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ കണ്ടു കാണാം. അപ്പൊ എന്തായാലും ഓക്കെ കുഴപ്പമില്ലാന്ന് തന്നെ അവർ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും എല്ലാ ടീച്ചേഴ്സിനും അത്യാവശ്യം പഠിപ്പിക്കാൻ തന്നെയുണ്ട്. അത്യാവശ്യം ഗ്രാസ്പ് ചെയ്യാൻ പിന്നെ വലിയ കുഴപ്പമില്ല. നമ്മൾ അതിലേക്ക് വന്നു കഴിഞ്ഞില്ല. ഓക്കെ എല്ലാവർക്കും തന്നെ കുഴപ്പമില്ലാന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇതിലേക്ക് ട്രാക്കിലേക്ക് പോരാൻ സാധിക്കും. ചെറിയ ചാപ്റ്റേഴ്സിൽ നിന്ന് ഇച്ചിരി കൂടി ഉള്ള ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ക്യാച്ച് ചെയ്യാനായിട്ട് ഒരു സ്റ്റാർട്ടിങ്ങിലല്ലേ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും നമുക്ക് കുഴപ്പമില്ലാതെ തന്നെ തീർക്കാം. അപ്പൊ നമ്മൾക്ക് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. എന്താ പറയാ ചാപ്റ്ററിൽ വലുതാണെങ്കിലും നമ്മൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് അതിലുള്ളത്. കാരണം അപ് ടു ഡേറ്റ് ആയിട്ട് കാണുന്ന കുറെ എന്താ പറയുന്നത് നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള ഇന്റർവ്യൂവും സെലക്ഷനും റിക്രൂട്ട്മെന്റ് ഇന്റർവ്യൂവും സെലക്ഷനും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ മനുഷ്യന്റെ ആ വിഭവശേഷിക്ക് പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് എടുക്കാനുള്ളത്. കുറച്ച് ദിവസം ചിലപ്പോൾ എടുക്കുകയായിരിക്കും ഇത് തീർക്കാൻ. എന്നാലും നിങ്ങൾ ക്യാച്ച് ചെയ്ത് പോകുന്നതനുസരിച്ചിട്ട് നമുക്ക് തീർക്കാം. ഇപ്പൊ നമുക്കറിയാം അല്ലെ, നമ്മൾ ഏതൊരു സ്ഥാപനത്തിലും ഏതൊരു ബിസിനസ് ആണെങ്കിലും നമുക്കറിയാം അവിടെ എന്താണ് പ്രധാനമായിട്ടും ഹ്യൂമന്റെ എഫേർട്ട് ആവശ്യമാണ്. പ്രധാന ഒരു ഘടകമാണ്. എത്രത്തോളം ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്താലും അല്ലെങ്കിൽ ഒരുപാട് മെഷീൻസ് സ്ഥാപിച്ചാലും അത് നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് ഹ്യൂമന്റെ എഫേർട്ട് സാധിച്ചില്ല എങ്കിൽ അല്ലെ, അവര് നന്നായിട്ട് വിനിമയം ചെയ്തില്ല എങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നതുകൊണ്ട് തന്നെ ഇപ്പോ എന്താണ് HR ഹ്യൂമൻ റിസോഴ്സ് എന്ന ഒരു സ്പെഷ്യലൈസ്ഡ് കോഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ വ്യക്തികളൊക്കെയാണ് ഇതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ട് പേഴ്സണൽ മാനേജർ എന്ന പോസ്റ്റിനൊക്കെ മാറി HRM എന്നുള്ള അല്ലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള പോസ്റ്റൊക്കെ ആയി. അപ്പൊ ഇച്ചിരി കൂടി അല്ലെ എഫക്റ്റീവ് ആയിട്ട് മനുഷ്യന്റെ വിഭവശേഷി അവിടെയുള്ള വർക്കേഴ്സിന്റെ വിഭവശേഷി കൈകാര്യം ചെയ്താൽ മാത്രമേ ഏതൊരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അതങ്ങനെ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ചാപ്റ്റർ ആണ് നമുക്കുള്ളത്. എന്താണെന്ന് നോക്കാം. In order to achieve the organizational goals which are most likely to be multiple, a well-run organization devises a set of rules, sometimes called policies, programs, rules, regulations, procedures or guidelines. അതായത് നമ്മൾ ഒരു സ്ഥാപനത്തിന്റെ അല്ലെ ഏതോ ഒരു കമ്പനി ആണെങ്കിലും പ്രൊജക്ട് ഫോം ആണെങ്കിലും എന്ത് ഓർഗനൈസേഷൻ ആണെങ്കിലും അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് വ്യത്യസ്ത മാർഗങ്ങൾ ഉണ്ടാവും. ഒരു പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഫണ്ട് ഇറക്കേണ്ടതുണ്ടാവും, അല്ലെങ്കിൽ മെഷീൻ സ്ഥാപിക്കാം, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് എന്താണ് കുറച്ച് അല്ലെ നമ്മളത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തീരുമാനമെടുക്കേണ്ട കുറച്ച് നിയമങ്ങളോ നടപടിക്രമങ്ങളെല്ലാം അവർ തയ്യാറാക്കിയിട്ടായിരിക്കും ഈ ഒരു സ്ഥാപനം തുടങ്ങുന്നത് തന്നെ അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അതാണ് ഇതിനകത്ത് പറയുന്നത്. In order to achieve a organization goal, which are mostly likely to be multiple, a well-run organization devises a set of rules, sometimes called ഇത്തരത്തില് നമ്മൾ തയ്യാറാക്കുന്ന ഈ നിയമങ്ങളെ എന്താ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടാം. എന്താണ് പോളിസികൾ അല്ലെ, ചില നയങ്ങൾ അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ റൂൾസ് നിയമങ്ങൾ അല്ലെങ്കിൽ റെഗുലേഷൻസ് നടപടിക്രമങ്ങള്, പ്രൊസീജിയേഴ്സ് നടപടിക്രമങ്ങൾ അല്ലെ നിയമങ്ങള് നടപടിക്രമങ്ങള്, അല്ലെങ്കിൽ എന്താണ് ഗൈഡ് ലൈൻസ് നമ്മൾ എന്തെങ്കിലും ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ അടിസ്ഥാനമായിട്ട് എന്തെങ്കിലും തയ്യാറാക്കിയിരുന്ന നിയമാവലികളൊക്കെ ആയിട്ട് ഇതിനെ നമുക്ക് അറിയപ്പെടാനായിട്ട് സാധിക്കുമെന്നുള്ളൂ. ഇനി 4 types of resources in an organization ആണ്. അപ്പൊ നമ്മളൊരു സ്ഥാപനം തുടങ്ങുന്നതിന് കുറച്ച് നിയമാവലികൾ ഉണ്ട് എന്നുള്ള കാര്യം ഫസ്റ്റ് പാരഗ്രാഫിൽ മനസ്സിലായി. ഇനി നെക്സ്റ്റ് പറയുന്നത് 4 തരത്തിലുള്ള റിസോഴ്സസുകൾ, അതായത് വിഭവങ്ങള് പ്രധാനമായിട്ടും ഒരു ഓർഗനൈസേഷന് വേണം. അതായത് മണി, മെറ്റീരിയൽ, മെഷീനറി. അതായത് എന്തായാലും ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ ഫണ്ട് ആവശ്യമാണ്. എന്തെങ്കിലും അല്ലെ മെറ്റീരിയൽസ് എല്ലാം അവിടെ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. എന്തായാലും മെഷീനറി ആണെങ്കിൽ അത് സ്ഥാപിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ എന്താണ് അത് അത്തരത്തിലുള്ള സാധനങ്ങളോടൊപ്പം തന്നെ എന്താണ് പ്രധാനമായിട്ട് വേണ്ടതാണ് മെൻ എന്നുള്ളത്, അതായത് ഹ്യൂമൻ റിസോഴ്സസ്.
ഇതെല്ലാം കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ അവിടെ ആരുണ്ടായിരിക്കണം? മനുഷ്യന്മാരുണ്ടായിരിക്കും അല്ലെ? മനുഷ്യർ ഏതൊരു സ്ഥാപനമാണെങ്കിലും അവിടെ മനുഷ്യന്റെ മാൻ പവർ എന്തായാലും ഉണ്ടായിരിക്കണം. അത് മെഷീൻ വഴി കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണെങ്കിലും മെഷീനല്ല ഹ്യൂമൺ ആയിട്ട് കൈകാര്യം ചെയ്ത വ്യക്തിത്വമാണ് എങ്കിലും അവിടെ പ്രധാനമായിട്ടും എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് ആവശ്യമാണ്, അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ മണി മെറ്റീരിയൽസ് മെഷീനറിയോടൊപ്പം തന്നെ നോട്ട് കാണുന്നില്ല ആണോ? നിങ്ങൾക്ക് ആർക്കും നോട്ട് കാണുന്നില്ല? കാണാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തോ എന്തെങ്കിലും ടെക്നിക്കൽ അളവായിരിക്കും. ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട് നോട്ട്. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോക്കുക, എങ്ങനെ ഡേറ്റ് ഷീറ്റ്സ് ആയിരിക്കും. അപ്പോ നമ്മള് മനസ്സിലാക്കിയെടുത്തോളം എന്താണ് ഫസ്റ്റ് നമ്മൾ നിയമാവലികൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞു ഇത്തരത്തിലുള്ള അല്ലെ മണി മിഷനറിയും അതേമാതിരി മെറ്റീരിയൽസും അതോടൊപ്പം തന്നെ മനുഷ്യന്റെ വിഭവശേഷിയും കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ് ഏതൊരു സ്ഥാപനവും തുടങ്ങുന്നത്. An organization cannot accomplish their objectives without a human effort. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്താണ് ഒരിക്കലും ഒരു ഓർഗനൈസേഷനും ഹ്യൂമന്റെ എഫേർട്ട് ഇല്ലാതെ മനുഷ്യന്റെ വിഭവശേഷി കാര്യക്ഷമമായി ഉപയോഗിക്കാതെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയില്ല. ഒരിക്കലും അത് ആ ലക്ഷ്യം ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. Managing the human component is the pivotal and most important task because all else depends on how well it is done. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് അവിടെ ഉത്പാദനം പ്രൊഡക്ഷൻ നടക്കണമെങ്കിലും അവിടെ ഒരാൾ വേണമല്ലേ? മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലെ? അപ്പൊ അത് മനുഷ്യന്റെ വിഭവശേഷി അവിടെ മസ്റ്റ് ആണ്. അത് ഇൻ കേസ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനെങ്കിലും എന്താണ് ആ മനുഷ്യന്റെ വിഭവശേഷി അവിടെ വേണം. ഓട്ടോമാറ്റിക്കലി ഓൺ ചെയ്യുന്ന മെഷീൻസ് ഉണ്ടെങ്കിലും അതിനെയും നമുക്കറിയാമല്ലോ ഒരു സ്റ്റാർട്ടിങ് ഓഫ് ഇത് പ്രൊഡക്ഷന്റെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മള് റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രധാന ഘടകം സുപ്രധാനമാണ്. ഓക്കെ, അപ്പൊ മനുഷ്യന്റെ ഘടകം അവിടെ മസ്റ്റ് ആയിട്ട് വേണം അല്ലെ? ഏതൊരു സ്ഥാപനത്തിന്റെയും ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ മനുഷ്യന്റെ വിഭവശേഷി മസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാറ്റർ തന്നെയാണ്. അതാണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. തേർഡ് വൺ പറയുന്നു ആസ് റിസൾട്ട് the managers have a prime responsibility not only for the behavior and performance of the people but also of their own department. അപ്പൊ നമ്മളിപ്പോ പറയാണ് അല്ലെ ഏതൊരു സ്ഥാപനത്തിലും ഇങ്ങനെ വേണമെന്ന് പറയുന്നു. അപ്പൊ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റ് അവരുടെ കാര്യങ്ങൾ അത് ഓക്കെ നമുക്കെന്നാ ഈ മനുഷ്യന്റെ വിഭവശേഷി ആവശ്യമാണെന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവിടെ എന്താ പറയുക മാനേജ്മെന്റ് സ്വന്തമായിട്ട് കുറച്ച് അടിച്ചിറക്കി കഴിഞ്ഞാൽ അത് ഉത്തരവാദിത്തം തീരുകയില്ല. അതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. As a result, the managers have prime responsibility not only for the behavior and the performance of other people but also of their own department. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നുകൊണ്ട് കുറച്ച് നിയമാവലികൾ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പോലെ മറ്റുള്ളവരെയും കൂടി അവരുടെ പെരുമാറ്റ രീതികളും കൂടി ബിഹേവിയർ അവരുടെ ആ പെരുമാറ്റ രീതികളും കൂടി മനസ്സിലാക്കിയിട്ട് വേണം കുറച്ച് നിയമാവലികളെല്ലാം ഉണ്ടാക്കാൻ അല്ലെ? ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കുറച്ച് നിയമങ്ങൾ നിയമസംഹിതകളൊക്കെ ഉണ്ടാക്കേണ്ടതായിട്ട് വരും ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടാൻ. അത് നെക്സ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞു മനുഷ്യന്റെ വിഭവശേഷി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ തേർഡ് വൺ പറയാണ് ഓക്കെ മനുഷ്യന്റെ വിഭവശേഷി ഇമ്പോർട്ടന്റ് ആണെങ്കിൽ കുറച്ച് നിയമാവലികൾ സ്വന്തം മാനേജ്മെന്റിന്റെ കീഴിൽ ഇരുന്നുകൊണ്ട് അവർക്ക് ഉണ്ടാക്കിയെടുത്താൽ അത് നടപ്പാക്കി പോകണമെന്നില്ല. കാരണം എന്തുകൊണ്ടാണ് ഗ്രേറ്റർ ദ കമ്മിറ്റ്മെന്റ് ഓഫ് ദ മെമ്പർ ഓഫ് ഓർഗനൈസേഷൻ ഗോൾസ് the greater is the degree of effectiveness with which the organization works. അതായത് നമ്മൾ അവിടെയുള്ള വർക്കേഴ്സിന്റെ അല്ലെ അവിടെയുള്ള ഓർഗനൈസേഷന്റെ മെമ്പേഴ്സിനോട് നമ്മൾ കാണിക്കുന്ന പ്രതിബദ്ധത അത് അവരോട് കാണിക്കുന്ന മര്യാദയും അവരോട് കാണിക്കുന്ന ഒരു എന്തെങ്കിലും അവരെ കൺസിഡർ അല്ലെ പരിഗണനയും കാര്യങ്ങളും ബേസ് ചെയ്തിട്ടായിരിക്കും ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയിരിക്കുന്നത്. ഇപ്പൊ നമ്മള് ഭയങ്കര മാനേജേഴ്സ് ഒക്കെ ഭയങ്കര കൺഷ്യബിൾ ആയിട്ടുള്ള കുറെ റൂൾസും റെഗുലേഷൻസ് ഇറക്കിക്കൊണ്ടുവന്നാൽ ചിലപ്പോൾ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് അവിടെയുള്ള വർക്കേഴ്സിന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർക്കും കൂടി ഗുണം ചെയ്യുന്നത് അല്ലെ? ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത ആവശ്യങ്ങളായിരിക്കും. നമ്മൾ താഴേക്ക് ഒരുപാട് പഠിക്കുന്നുണ്ട് വ്യക്തികളുടെ ആവശ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് വ്യത്യസ്തമായിരിക്കും നമ്മൾ.
അപ്പൊ അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ എന്താണ് ഓർഗനൈസേഷന്റെ അവർക്ക് അതിൽ എല്ലാവരും തന്നെ പ്രധാനമായിട്ടും നന്നായിട്ട് തന്നെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാതെ വരും. The greater the commitment of the members to organization goals, the greater is the degree of effectiveness with which the organization work. അതായത് നമ്മൾ അവരോട് അല്ലെ അവിടെയുള്ള വർക്കേഴ്സിനോട് നല്ലൊരു കമ്മിറ്റ്മെന്റ് കാണിച്ച് അവരും എന്ത് ചെയ്യും, അവരും ഓട്ടോമാറ്റിക്കലി നല്ല കാര്യക്ഷമമായിട്ടും ഓർഗനൈസേഷന്റെ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവുന്നു. അപ്പൊ അത് ബേസ് ചെയ്തിട്ടായിരിക്കണം മാനേജേഴ്സ് ഇത്തരത്തിലുള്ള റൂൾസും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും അടുത്ത പാരഗ്രാഫിൽ പറയുന്നുണ്ട്, human resources or people at work are the major component of an organization. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഓർഗനൈസേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഹ്യൂമൻ റിസോഴ്സസ്, അവരുടെ വർക്ക് എന്നുള്ളത്. ഹ്യൂമൻ റിസോഴ്സസ് which is the most important in the success of any organization, because most of the programs in organizational settings are human and social rather than physical, technical or economic. അതായത് നമ്മളിപ്പോ ഏതൊരു സ്ഥാപനത്തിലും അവിടെ എന്താണ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ ടെക്നിക്കൽ ആയിട്ടും ഫിസിക്കലായിട്ടും ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവില്ലേ. ഇപ്പൊ ഒരു സ്ഥാപനം ചിലപ്പോ നടത്തിക്കൊണ്ട് ഒരു എന്താ പറയുക നല്ല ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ആ സ്ഥാപനം വന്നിരിക്കുന്നത്. അതല്ലെങ്കിൽ ഫിനാൻസ് കുറച്ച് ഉണ്ടായിരുന്നു, അവരുടെ മൂലധനം അല്ലെ ക്യാപിറ്റലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വളരെ കുറച്ചായത് കൊണ്ടാണ് നന്നായിട്ട് റൺ ചെയ്യാൻ പറ്റാത്തത് എന്നൊക്കെയുള്ള കുറെ മാറ്റേഴ്സുകൾ ഉണ്ടാവും. പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസിന്റെ പ്രോബ്ലം ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ചില നമുക്കറിയാലോ ചില ഗ്രാമങ്ങളിലും ചില കമ്പനികളൊക്കെ നല്ല വിജയത്തോട് കൂടിയിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതെന്തുകൊണ്ടായിരിക്കും, അവിടെയുള്ള നല്ല നല്ല ഹ്യൂമനെ ബിഹേവ് ചെയ്തിട്ട് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തുകൊണ്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ ഒക്കെ കൂടി വരുന്നതായിരിക്കും. അത് എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയില്ല. മോസ്റ്റ് എല്ലാവർക്കും തന്നെ സ്ക്രീൻ കാണുന്നുണ്ട്, പക്ഷെ അതിനകത്ത് മാത്രം എന്തുകൊണ്ട് കാണുന്നില്ല എന്നറിയില്ല. ഞാൻ ശരീരം കാണുന്നില്ലേ? ഒരുപാട് പേർക്ക് കാണുന്നില്ലായികയുണ്ടോ? പ്രോബ്ലം ഉണ്ടോ? മോസ്റ്റ് കാണാൻ തന്നെയാണ് ഇപ്പൊ കാണാമെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഒരാൾക്ക് മാത്രമാണ് ഇഷ്യൂ വന്നിരിക്കുന്നത്. അപ്പൊ ഒന്ന് ശരി നോക്കാം, എന്തെങ്കിലും ടെക്നിക്കൽ എററായിരിക്കും. ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്, തേർഡ് മൊഡ്യൂളിലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചാപ്റ്റർ 3. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് എന്താണ്, നിങ്ങൾ ഒരാളുടെ മിസ്റ്റേക്ക് ആയതുകൊണ്ട് എനിക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കും. ഓക്കെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നതുകൂടി ഒന്ന് എന്തെങ്കിലും ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് റീജോയിൻ ചെയ്തെന്ന് നോക്കാം. അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്, നമ്മൾ പറഞ്ഞു വന്നത് അല്ലെ, ഹ്യൂമൻ റിസോഴ്സസിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. അപ്പൊ അവിടെ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞു ടെക്നിക്കലായിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക് ആയിട്ടുള്ള ഏറ്റവും പ്രോബ്ലംസുകളൊക്കെ ഉണ്ടാവാം. പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ആണ് എന്നുള്ളത്. The individuals who are at workplace show not only similar behavioral patterns and characteristics to a certain degree, but they also show many differences in behavior. നമുക്കറിയാം അല്ലെ, കാണുമ്പോൾ എല്ലാവരും ഒരുപോലെ അല്ലെ, ഇൻഡിവിജ്വൽസ് എല്ലാവരും നമുക്കറിയാം ഒരുപോലെ തന്നെ വർക്ക് ചെയ്യുന്നവരായിരിക്കും. പക്ഷേ എന്താ പ്രധാനമായിട്ടുള്ള കാര്യം, അവരുടെ സ്വഭാവങ്ങൾ വ്യത്യസ്തമായിരിക്കും അല്ലെ. ഒരാളും ഒരുപോലെ മറ്റുള്ളവരുടെ സ്വഭാവ രീതി തന്നെ കാണിക്കണമെന്നില്ല. വ്യത്യസ്ത സ്വഭാവ രീതിയിലുള്ളവരാണ് എല്ലാ തരത്തിലുള്ള ഇൻഡിവിജ്വൽസ്. Then each individual who works has its own set of needs, drives, goals and experiences. ഓരോരുത്തരും വർക്ക് ചെയ്യുന്നത് അവരുടെ ചില ആവശ്യങ്ങൾ നിറവേറ്റാൻ അല്ലെ, ഒരു പക്ഷേ ഒരുവിനെ ഫിനാൻഷ്യലി അവരുടെ പ്രോബ്ലംസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെ, എന്തെങ്കിലും ഫിനാൻഷ്യലി എന്താ പ്രോബ്ലംസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. മറ്റൊരാൾക്ക് എന്താണ് ഫിനാൻഷ്യലി വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതായിരിക്കും. ചിലപ്പോൾ എന്താണ് സമൂഹത്തിന് നല്ലൊരു അന്തസ്സ് കീപ്പ് ചെയ്യാനൊക്കെ ആയിരിക്കും നല്ലൊരു ജോലി പ്രിഫർ ചെയ്യാനെന്ന്. മറ്റു ചിലർക്ക് എന്താണ് വേറെ ചിലർക്ക് ഇച്ചിരി കൂടി സമയത്തിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഈ സമയം വേസ്റ്റ് ആക്കാതെ
അത് നന്നായിട്ട് എൻജോയബിൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ഓരോരുത്തരുടെയും ആവശ്യം വ്യത്യസ്തങ്ങളാണ് എന്നുള്ളതാണ്. അതേമാതിരി തന്നെ ലക്ഷ്യങ്ങളും വ്യത്യസ്തങ്ങളാണ് അല്ലെ. ചിലരെ ലക്ഷ്യം വരുന്നത് സമയം കളയാനാണെങ്കിൽ ചിലരെ ലക്ഷ്യം വരുന്നത് എന്താണ് മാക്സിമം അല്ലെ അവന്റെ കഴിവ് വർദ്ധിപ്പിച്ചിരിക്കണം, അല്ലെങ്കിൽ ഫിനാൻസ് ഇത്തിരി കൂടി നേടിയെടുക്കണം. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ആഗ്രഹങ്ങൾ കൂടിയായിരിക്കും. അതേപോലെ തന്നെ ഓരോരുത്തരും അവരുടെ ക്വാളിഫിക്കേഷൻസ് വ്യത്യസ്തമായിരിക്കും അല്ലെ. ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഒരേ ജോലി കിട്ടുമ്പോൾ ഒരേ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും, പക്ഷെ അവർക്ക് എന്താണ് ചിലർക്ക് ചില എക്സ്പീരിയൻസ് ഒക്കെ കൂടുതലൊക്കെ ഉണ്ടാകും. അപ്പൊ വ്യത്യസ്ത പേഴ്സൺസ് ആണ് നമ്മളുടെ ഒരു സ്ഥാപനത്തിന് വർക്ക് ചെയ്യുന്നവര് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വീണ്ടും പറയുന്നു, ഈച്ച് ഹ്യൂമൻ ബീയിങ് ഈസ് എ പ്രോഡക്റ്റ് of his biological intelligence as well as a result of interaction with his environment. അതായത് ചിലർക്ക് അല്ലെ ജന്മസിദ്ധമായിട്ടുള്ള കുറെ അല്ലെ ബയോളജിക്കൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ജന്മസിദ്ധമായിട്ടുള്ള കുറെ കഴിവുകളാണ്. ചിലര് നമ്മൾക്ക് അറിയാം അക്കാദമിക് ക്വാളിഫിക്കേഷനോടൊപ്പം തന്നെ ചിലര് ചില കാര്യങ്ങൾ നല്ല കൃത്യമായിട്ട് അല്ലെ ഇപ്പോ ടെക്നിക്കൽ ആയിട്ടുള്ള കഴിവുള്ളവരുണ്ടാവും. അതേമാതിരി നാച്ചുറലി അവരുടെ ചില പ്രസന്റീവ് കാര്യങ്ങളൊക്കെ കഴിവുള്ളവരുണ്ട് അല്ലെ. ടീച്ചിങ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ചിലപ്പോൾ പൈതൃകമായിട്ട് കിട്ടുന്ന കഴിവുകളൊക്കെ ആയിരിക്കും. അപ്പൊ അതെന്താണ്, അത് ജന്മസിദ്ധമായിട്ട് അവരിൽ ലയിച്ചു ചേർന്നിരിക്കുന്നതായിരിക്കും. അക്കാദമിക് ക്വാളിഫിക്കേഷനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ജന്മസിദ്ധമായ കഴിവുകളൊക്കെ കൂടിച്ചേർക്കുമ്പോൾ അവർ നന്നായിട്ട് തന്നെ അത് ഉപയോഗപ്രദമാകും. അപ്പൊ ആ വ്യത്യസ്തമായിട്ടുള്ള പേഴ്സൺസിന്റെ ബിഹേവിയർ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ആവശ്യങ്ങള്, ലക്ഷ്യങ്ങള്, അല്ലെങ്കിൽ ജന്മസിദ്ധമായ കഴിവുകള്, എക്സ്പീരിയൻസുകൾ, അങ്ങനെ എല്ലാം തന്നെ പരിഗണിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവര് ഇന്നലെ ചുറ്റുപാടോട് പ്രതികരിക്കുന്നത്, ചിലർക്ക് നമുക്കറിയാലേ ചില ജോലികൾ എന്നൊക്കെ പറയുന്നത് അവർക്കൊരു ഇഷ്ടമില്ലാതെയായിരിക്കും ചിലർ ചെയ്യുന്നത്. ചിലപ്പോൾ മറ്റുള്ളവരുടെ കമ്പല് നിമിത്തമായിരിക്കും ചിലപ്പോൾ ഡോക്ടറും എഞ്ചിനീയറും അല്ലെങ്കിൽ നല്ല പ്രൊഫഷണൽ ഫീൽഡുകളൊക്കെ എത്തിപ്പെടുന്നത്. പക്ഷെ അവർക്ക് അതിനോടൊരു എന്താ പറയുക അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു ആഗ്രഹവും ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ് അവരുടെ ജോലിയിൽ അത് അവർ പ്രസന്റ് ചെയ്യില്ല. ചിലർക്ക് നമുക്കറിയാലേ നമ്മൾ ഇതല്ലാത്ത പറഞ്ഞ മാത്രമല്ല അവർക്ക് നാച്ചുറലി ജന്മസിദ്ധമായിട്ട് തന്നെ ആ കഴിവുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്വാളിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ അവരത് നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യും. അപ്പൊ അത് ചുറ്റുപാടോടുകൂടി പ്രതികരിക്കാനായിട്ടുള്ള ഫാക്ടറും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. People come to the workplace with some specific motives like to earn money, to get employment, to have better prospects in future, to be treated as a human being while they are at the place of work. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാത്രമല്ലേ അവര് കുറെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ മാത്രം തന്നെയാണ് ഇവിടെ വീണ്ടും പറയുന്നത്. കുറച്ച് പീപ്പിൾസ് ചില അല്ലെ പണം നേടണം എന്നുള്ള കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഒരു തൊഴിൽ കിട്ടണം, അതല്ലെങ്കിൽ എന്താണ് ഇച്ചിരി കൂടി അല്ലെ ഈ ഒരു ജോലി കഴിഞ്ഞിട്ട് വേണം അടുത്ത അതിലൂടെ തന്നെ നമ്മൾ കോഴ്സൊക്കെ പഠിക്കുന്നതോടൊപ്പം തന്നെ ജോലിക്ക് പോയി കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ അവരുടെ ഫ്യൂച്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്ന വ്യക്തികളുമുണ്ട്. അപ്പൊ എന്താണ് അവരുടെ ഒരു ലക്ഷ്യങ്ങൾ വ്യത്യസ്തമാണ് എന്ന് വ്യക്തമാക്കി തരുന്നതാണ് ഈ പാരഗ്രാഫിൽ ഉടനീളം പറയുന്നത്. ഓരോ വ്യക്തിക്കും ഓരോ വ്യത്യസ്ത ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അതേമാതിരി തന്നെ പരിഗണനകളെല്ലാം തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത്. ഞാൻ വീണ്ടും പറയുന്നത് എന്താന്ന് വെച്ചാൽ their labor for reasonable wage or salary and other benefits. ഓരോരുത്തരും എന്താണ് അവരുടെ അല്ലെ സമയം, വിലപ്പെട്ട സമയവും കഴിവും എന്താണ് ഒരു നിശ്ചിത സാലറിക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഏതൊരു ഡ്യൂട്ടി ചെയ്യുന്നവരെന്താണ് അവരുടെ സമയം അവിടെ വിനിയോഗിക്കുമ്പോൾ അവർക്ക് ഒരു റിട്ടേൺ കിട്ടുന്നുണ്ട് അല്ലെ, ഒരു സാലറി, ഒരു മിനിമം വേജസ് അവർക്ക് കിട്ടുന്നുണ്ട്. These people provide the knowledge and much of energy by which organization objects are fulfilled. അതായത് ഒരു ഓർഗനൈസേഷൻ ഏതൊരു സ്ഥാപനത്തിന്റെയും ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഓരോ തൊഴിലാളിയും അവരുടെ നോളജ്, അറിവും കഴിവും പ്രധാനമായിട്ടും വിനിയോഗിക്കുന്നുണ്ട്. The management must therefore be aware not only of the organizational but also employee and self needs. അപ്പൊ മാനേജേഴ്സ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് സ്വന്തം അല്ലെ സ്ഥാപനത്തിന്റെ ലക്ഷ്യം മാത്രമല്ല നമ്മൾ വ്യക്തമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അവിടെയുള്ള ഓരോ വർക്കേഴ്സിന്റെയും ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ആവശ്യം കൂടി എപ്പോഴും പരിഗണന കൊടുക്കേണ്ടതുണ്ട്. മാനേജ്മെന്റ് മസ്റ്റ് therefore be aware not only of the organization അല്ലെ, അതിന് മാത്രം ധാരണ ഉണ്ടായാൽ പോരാ. ഓർഗനൈസേഷനിൽ ലക്ഷ്യം നേടിയെടുക്കണം എന്നുള്ള മോസ്റ്റ് കാര്യം മാത്രം ഉൾക്കൊള്ളിച്ചാൽ പോരാ. അവിടെയുള്ള എംപ്ലോയീസിനെയും എപ്പോഴും എന്താണ് തൃപ്തരാക്കി തന്നെ കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ ലക്ഷ്യം നല്ല രീതിയിൽ അല്ലെ സ്പീഡിലി അല്ലെങ്കിൽ വിചാരിക്കുന്ന രീതിയിൽ അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
അപ്പൊ അതാണ് ഈ തേർഡ് പാരഗ്രാഫില് നമുക്ക് ഫോർത്ത് പാരഗ്രാഫില് വിവരിച്ചു തരുന്നത്. ഇനിയും ഇതിനെ കുറിച്ച് തന്നെ ബേസ് ചെയ്തിട്ട് തന്നെ പറയുന്നത് എന്താണ് ഹ്യൂമൻ റിസോഴ്സസിന്റെ പ്രാധാന്യം എന്നതാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ഇതായിട്ട് എടുത്ത് പറയുന്നത്. കാരണം നമ്മളൊരു സ്ഥാപനത്തില് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് എന്നുള്ളതിന് ഇത്രയും പ്രാധാന്യം വരാൻ കാരണം അവിടെയുള്ള സ്ഥാപനത്തിന് നന്നായിട്ട് നേട്ടം നേടണമെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സിനെ തൃപ്തിപ്പെടുത്തണം. പക്ഷെ ഒരു വ്യക്തികൾക്ക് ചിലപ്പോൾ സാലറി ആയിരിക്കും ആഗ്രഹം, അതല്ലെങ്കിൽ അവർക്ക് നല്ലൊരു എൻജോയബിൾ ആയിട്ടുള്ള നല്ലൊരു അന്തരീക്ഷം അല്ലെ, എല്ലാ സ്ട്രെസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പോകാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമായിരിക്കും ആഗ്രഹം. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു എന്താ പറയുക സമൂഹത്തിനൊരു അന്തസ്സ് നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ വ്യത്യസ്ത ലക്ഷ്യങ്ങളോട് കൂടിയിട്ടായിരിക്കും ഓരോ പേഴ്സൺസും അവരുടെ ആരോഗ്യവും കഴിവും എല്ലാം തന്നെ അവിടെ ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് എന്താ പറയുക മാനേജ്മെന്റ് ലക്ഷ്യം മാത്രം, ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യം മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോരാ, ഹ്യൂമൻ റിസോഴ്സസിന്റെ ലക്ഷ്യം അവരുടെ കാര്യങ്ങൾ കൂടി എപ്പോഴും പരിഗണിക്കേണ്ടതുണ്ട്. ഇനി ലാസ്റ്റ് ഇൻട്രൊഡക്ഷന് ഇതിന് മുമ്പുള്ള ഒരു പാരഗ്രാഫ് നോക്കാം. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ആൻഡ് ചലഞ്ചിങ് ജോബ് ഇൻ എ മാനേജിങ് പീപ്പിൾ ബിക്കോസ് ഓഫ് ദ ഡൈനാമിക് നേച്ചർ ഓഫ് ദ പീപ്പിൾ. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായാലേ ഓരോ വ്യക്തികളും ഒരേപോലെയല്ല, മറ്റു വ്യക്തികൾ അവരുടെ പെരുമാറ്റങ്ങളെല്ലാം വ്യത്യസ്തമാണ്. അപ്പൊ എന്താണ്, അതൊരു വെല്ലുവിളി തന്നെയാണ് അല്ലെ. ഓരോ പീപ്പിൾസിനെയും ഒന്നിച്ച് നമുക്കറിയാം, ഒരു സ്ഥാപനത്തില് ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം ഒരു റൂൾസ് ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെ. എല്ലാവർക്കും കൂടിയും പോസിബിൾ ആയിട്ടുള്ള, എല്ലാവർക്കും മോസ്റ്റ് വലിയ പ്രശ്നമില്ലാത്ത രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാനേജ്മെന്റിന് ഭാഗത്തുനിന്ന് ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പൊ എന്താണ്, ഡൈനാമിക് നേച്ചർ ആയിട്ടുള്ള ഈ പീപ്പിൾസിന്റെ വ്യത്യസ്തമായിട്ടുള്ള നേച്ചർ, സ്വഭാവ സവിശേഷതകളുള്ള ഈ പേഴ്സൺസിനെ എല്ലാം തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. നോ ടു പീപ്പിൾ ആർ ലൈക്ക്, നമുക്കറിയാം ഒരു അല്ലെ രണ്ട് പീപ്പിൾസ് ഒരുപോലെ എന്ന് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല, വ്യത്യസ്തമാണ് അവരുടെ സ്വഭാവ സവിശേഷതകള്. പീപ്പിൾ കാനോട്ട് ബി ഓപ്പറേറ്റഡ് ലൈക്ക് എ മെഷീൻ ഓർ ഷിഫ്റ്റഡ് ആൻഡ് അലേർട്ടഡ് ലൈക്ക് എ ടെംപ്ലേറ്റ് ഇൻ എ റൂം ലേഔട്ട്. അതായത് നമ്മളിപ്പോ ഒരു മെഷീൻ കൊണ്ടുവന്ന് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് ഒരു പ്രൊഡക്ഷൻ സംഭവങ്ങളാണെങ്കിലും പിന്നെ സാധനങ്ങൾ നിറച്ചുകൊണ്ട് നമ്മൾ അതിന്റെ അല്ലെ നമ്മുടെ അലൈൻമെന്റ് എല്ലാം ശരിയാക്കിയിട്ട് നമ്മളത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കും അത്ര സാധനങ്ങൾ ഉത്പാദിപ്പിക്കും. വീണ്ടും നമ്മൾ നെക്സ്റ്റ് ടൈമിൽ എന്താ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കും. അതേസമയം നമ്മൾ ഒരു ഹ്യൂമനെ നമ്മൾ ഒരു സംഭവം ഒരു കാര്യം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ട് ഒരു കാര്യം അവരവരുടെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ സർവീസോ സേവനമോ നല്ല കൃത്യ രീതിയിൽ കാഴ്ചവെക്കുന്നു, മറ്റൊരു പേഴ്സണെയും ഇതേ രീതിയിൽ തന്നെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ കഴിപ്പിക്കുകയാണെങ്കിൽ ആ വ്യക്തി ചെയ്ത അതേ മാറ്റേഴ്സ് തന്നെ ഈ വ്യക്തി ചെയ്ത് തരണമെന്നില്ല. ചിലപ്പോൾ ഒരു പക്ഷെ സ്പീഡിൽ ചെയ്ത് ആ വ്യക്തി ചെയ്ത് ആദ്യം ചെയ്ത് കൊടുത്ത വ്യക്തിയുടെ അത്രയും സ്പീഡിൽ ചിലപ്പോൾ ഒരു പക്ഷെ ഈ വ്യക്തി ചെയ്യണമെന്നില്ല. ഒരു പക്ഷെ ആദ്യം കൊടുത്ത വ്യക്തിക്ക് ഉണ്ടാകുന്ന ഗുണമേന്മയുള്ള പ്രൊഡക്ഷൻ ആയിരിക്കില്ല രണ്ടാമത്തെ വ്യക്തിയില്, അത് ചിലപ്പോൾ ഒരു പക്ഷെ സ്പീഡ് കുറഞ്ഞിട്ട് നല്ലൊരു പ്രൊഡക്ഷൻ ആയിരിക്കും ചിലപ്പോൾ കാഴ്ചവെക്കുന്നത്. വ്യക്തികളുടെ ബിഹേവിയർ അല്ലെ അവരുടെ രീതി അനുസരിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവരുടെ റിസൾട്ടിൽ വരുന്നത്. അതാണ് പറയുന്നത് പീപ്പിൾ കാനോട്ട് ബി ഓപ്പറേറ്റഡ് ലൈക്ക് എ മെഷീൻ പോലെ ഒരേപോലെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഷിഫ്റ്റഡ് ആൻഡ് അലേർട്ടഡ് ലൈക്ക് എ ടെംപ്ലേറ്റിന്റെ റൂമിലായിട്ട് ഇപ്പൊ ഒരു റൂമിൽ തന്നെയാണെങ്കിലും അവര് ലേഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് കൃത്യമായിട്ട് ഒരേപോലത്തെ റിസൾട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. therefore need a tactful handling by management personnel. അതുകൊണ്ട് തന്നെ ടാക്ട്ഫുൾ ആയിട്ട് അല്ലെ തന്ത്രപരമായിട്ട് തന്നെ അവരെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഓരോ പേഴ്സൺസിന്. മാൻ പവർ മാനേജ്മെന്റ് ഈസ് എ മോസ്റ്റ് പിവോട്ടൽ ജോബ് ബിക്കോസ് മാനേജിങ് പീപ്പിൾ ഈസ് ദ ഹേർട്ട് ആൻഡ് എസെൻസ് ഓഫ് ബീയിങ് മാനേജർ. ആ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് ഈ പീപ്പിൾസിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവരെ മനസ്സിലാക്കിയിട്ട് നമുക്കറിയാം ഒരു സ്ഥാപനത്തില് വ്യത്യസ്ത കാര്യങ്ങൾ വ്യത്യസ്ത റോളുകൾ ചെയ്യേണ്ടതുണ്ടാവും. അപ്പൊ ഓരോരുത്തരുടെയും ബിഹേവിയർ മനസ്സിലാക്കിയിട്ട് ഓരോ കാര്യങ്ങളിലേക്ക് അവരെ ഡീൽ ചെയ്യാനായിട്ട് വിടുമ്പോഴെന്താണ് അവർക്ക് എന്താണ് അത് നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് മാൻ പവർ മാനേജ്മെന്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ജോബ് ബിക്കോസ് മാനേജിങ് പീപ്പിൾ ഈസ് ദ ഹേർട്ട് ആൻഡ് എസെൻസ് ഓഫ് ബീയിങ് മാനേജർ. അത് അവരെ നന്നായിട്ട് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അത് നമുക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് ലക്ഷ്യം നേടിയെടുക്കാം. അപ്പൊ അവരാന്ന് പറയുന്നത് എന്താണ് അവരുടെ ആത്മാവ് അല്ലെ ആ ഒരു പീപ്പിൾസിന്റെ ഒരു മനസ്സറിഞ്ഞ് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് അത് മാൻ പവർ എന്താണ് അവർക്ക് മാനേജ്മെന്റിന് ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് എനി ആക്ടിവിറ്റി ദാറ്റ് റിലേറ്റ്സ് ടു ഹ്യൂമൻ എലമെന്റ്സ് ഓർ റിലേഷൻ ഇൻ എ ഓർഗനൈസേഷൻ. അതായത് നമ്മളുടെ എല്ലാ ആക്ടിവിറ്റി അല്ലെ എല്ലാ പ്രവർത്തനങ്ങളും തന്നെ
ഹ്യൂമന്റെ എലമെന്റ്സിന് റിലേറ്റ് ചെയ്തിരിക്കണം. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ നിയമാവലികൾ ഇറക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഓരോരുത്തരുടെ ജീവനക്കാരെങ്കിലും അത് ദോഷകരമായി ബാധിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. Unless the human element is taken into consideration, the business cannot succeed. ഇവരുടെ ഈ ഹ്യൂമന്റെ ഈ മനുഷ്യന്റെ വിഭവശേഷിയെ ശ്രദ്ധിക്കാതെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നിശ്ചയപ്രദമാക്കി എടുക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളത്. നിങ്ങൾ ഇതുവരെ ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഡൗട്ടൊന്നും ഇല്ല. ക്ലിയർ ആണോ? ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? ഞങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യാട്ടോ. കണ്ടിന്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഡൗട്ടുകൾ മെസ്സേജ് അയക്കുക. ആർക്കും ഒന്നും റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ എന്നാ. അപ്പൊ നമ്മള് ഹ്യൂമൻ റിസോഴ്സസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. വ്യത്യസ്തമായിട്ടുള്ള അല്ലെ കുറെ ആശയങ്ങൾ നമ്മൾ പങ്കുവെച്ചു. എന്താണ് ഹ്യൂമന്റെ പ്രത്യേകത, മനുഷ്യന്റെ വിഭവശേഷി. അയ്യോ, അതിരയുടെ പ്രോബ്ലം എന്താന്ന് എനിക്കറിയില്ല. ഇടയ്ക്ക് സ്ക്രീൻ വരുന്നുണ്ട്. പ്രധാനമായിട്ടും നെറ്റ് ഇഷ്യൂ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റെല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ അതിലേക്ക് ഇടയ്ക്ക് സ്ക്രീൻ പോകുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കുള്ളൂ അതിന്റെ കാര്യം. നിങ്ങൾക്ക് വീണ്ടും ക്ലാസ് റൂമിൽ എന്തായാലും കാണുമല്ലോ. അപ്പൊ എന്തെങ്കിലും ഇതുകളുണ്ടെങ്കിൽ വീണ്ടും അത് നോക്കി ഒന്ന് ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുക. വോയിസ് ഓക്കെ അല്ലേ? എന്റെ വോയിസ് ഞാൻ വായിച്ചു പോകുന്നുണ്ട് എല്ലാരും. അതുകൊണ്ട് തന്നെ നിങ്ങളത് ചെയ്തെടുത്തു. നിങ്ങളുടെ കയ്യിൽ PDF ഉണ്ടാവുമല്ലോ ഓൾറെഡി. അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അത് നോട്ട് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നമ്മള് എന്താണ് ഹ്യൂമൻ റിസോഴ്സിന്റെ പ്രാധാന്യം എന്താണെന്ന് വ്യക്തമായിട്ട് അല്ലെ നമ്മള് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ അത്യാവശ്യം മനസ്സിലാക്കി. അപ്പൊ അതിലെ വീണ്ടും പറയുന്നുണ്ട് എന്താണ് പ്രധാനമായിട്ടുള്ള ഇമ്പോർട്ടൻസ് അവർ വിവരിച്ച് പറയുന്നുണ്ട്. there are 3 സ്റ്റാൻസ് പോയിന്റ്സ്. പ്രധാനമായിട്ടുള്ള പോയിന്റുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ പറയുന്നത് സോഷ്യൽ സിഗ്നിഫിക്കൻസ്, സെക്കൻഡ് വൺ പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ്, തേർഡ് വൺ സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസസ്. അതായത് പ്രധാനമായിട്ട് അല്ലെ നമ്മൾക്ക് 2-3 പോയിന്റ്സ് ആയിട്ട് ഇതിനെ ഇമ്പോർട്ടൻസിനെ പ്രാധാന്യത്തിനെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഫസ്റ്റ് വൺ പറയുന്നത് സോഷ്യൽ സിഗ്നിഫിക്കൻസ്. പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് പേഴ്സണൽ ഇൻക്രീസസ് their dignity by satisfying their social needs. അതായത് നല്ലൊരു ജോലി ഉണ്ടെന്ന് അല്ലെ സമൂഹത്തിൽ അറിയുക. നമ്മളൊരു ലോയറാണ്, ഡോക്ടറാണ്, നേഴ്സാണ്, ടീച്ചറാണ് എന്നൊക്കെ വ്യത്യസ്ത ലേബലിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവര് ഉണ്ട്. അപ്പൊ അവരെന്താണ് ആ ജോലി ഒരു കമ്പനിയിൽ നല്ലൊരു അക്കൗണ്ടന്റ് ആണ്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് ഇപ്പൊ പഠിക്കുമ്പോൾ അല്ലെ ചെറുപ്പം മുതലേ നമ്മള് ഒരു മൈൻഡിൽ ഉണ്ടാവും എനിക്ക് ഇന്ന ആളാവണം എന്നൊക്കെയുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടായിരിക്കും ഓരോ വ്യക്തികളൊക്കെ പഠിക്കുക. അപ്പൊ ആ ഒരു സോഷ്യൽ സിഗ്നിഫിക്കൻസ്, ആ ഒരു സമൂഹത്തിൽ അറിയപ്പെടാനുള്ള ആ ഒരു ആഗ്രഹം, അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ദെൻ പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ്, അതായത് ചിലർക്ക് അല്ലെ ഒരുപാട് നമുക്കറിയാം ആരോഗ്യം എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എപ്പോഴും എന്താണ്
ജോലി തിരഞ്ഞെടുക്കുമ്പോഴും എല്ലാവരും അനുസരിച്ച് ചെയ്യാനുണ്ട് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണോ അല്ലെ? നമ്മുടെ അകലം നോക്കുമ്പോഴൊക്കെ നമ്മൾ പൊതുവെ ജോലി നേടിയെടുക്കുമ്പോഴെന്താണ് നമുക്ക് ഈ ഡിസ്റ്റൻസ് അത്രയും ദൂരം സഞ്ചരിച്ച് നമുക്ക് ആ ജോലി ചെയ്ത് കിട്ടിയാൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തെ നന്നായിട്ട് ബാധിക്കുന്നു കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വർക്കിംഗ് അവേഴ്സ് ആ ഒരു ചുറ്റുപാട് അത് നല്ലൊരു ഇത്തിരി കൂടി ഫ്യൂച്ചറിൽ അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉപയോഗപ്രദമാകോ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ചിന്തിച്ചിട്ടാണ് ഒരു ജോലി തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ബൈ ഫെസിലിറ്റേറ്റിംഗ് healthy working environment, it promote a teamwork in the employees. അപ്പൊ നല്ല ഒരു ഇത് അല്ലെ, നല്ലൊരു രീതിയിലുള്ള ഒരു വർക്കിംഗ് എൻവയറമെന്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്ട്രെസ് ഒന്നും ഇല്ലാതെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒന്നിച്ച് നിന്ന് അല്ലെ ഒരു ടീമായിട്ട് നിന്ന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ മാനേജ്മെന്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു എൻവയറമെന്റ് കൊടുക്കും. വ്യക്തിപരമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹെൽത്ത് നമ്മൾ പ്രിഫറൻസ് കൊടുത്തിട്ടാണ് ജോലി തിരഞ്ഞെടുക്കുന്നത്. മാനേജ്മെന്റിനെ സംബന്ധിച്ച് ഹെൽത്ത് ഒരു നല്ലൊരു എൻവയറമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നവരെന്താണ് അവിടെ ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റക്കെട്ടായിട്ട് നിന്ന് ലക്ഷ്യം നേടിയെടുക്കാൻ ശ്രമിക്കും എന്നുള്ളത്. അപ്പൊ അവര് ഓരോ ഗ്രൂപ്പ് അല്ലെ ഓരോരോ ഇൻഡിവിജ്വൽ വർക്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കാതെ എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇത്ര സമയത്തിനുള്ളിൽ ഇന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരിക്കും മാനേജ്മെന്റിന്റെ വാർത്ത എപ്പോഴും ഉണ്ടായിരിക്കുക. അപ്പൊ പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ആണ് അത് ഒന്നിച്ച് നിന്ന് ടീം വർക്കായിട്ട് നിന്ന് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ് സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസസ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു വ്യക്തിക്ക് അടുത്ത് ജോലി കിട്ടുക എന്നുള്ളത് അല്ലെ അത് ചിലപ്പോൾ അവർക്ക് ഒരു താല്പര്യമായിരിക്കും അല്ലെ. അയ്യോ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അത്രയും നമ്മുടെ ആരോഗ്യത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, നമ്മുടെ സമയത്തിന് വലിയ പ്രശ്നങ്ങളൊക്കെ പറ്റില്ല എന്ന രീതിയിൽ അവിടെ ജോലി ചെയ്യാനായിട്ട് ഉള്ള വ്യക്തികളും തയ്യാറാണ്. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി അവരെ പ്രേരിപ്പിക്കുന്ന പല ഘടകങ്ങൾ ഉണ്ടാവും അത് ജോലി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അത് എപ്പോഴും എന്താണ് മാനേജ്മെന്റ് ശ്രദ്ധിക്കേണ്ടത് ഒരു മാറ്റർ തന്നെയാണ്. ഇറ്റ് ക്യാൻ ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ ഇൻ ഫുൾഫില്ലിംഗ് ഇറ്റ്സ് ഗോൾ ബൈ ക്രിയേറ്റിംഗ് റൈറ്റ് ആറ്റിറ്റ്യൂഡ് എമംഗ് ദ എംപ്ലോയീസ് ത്രൂ എഫക്റ്റീവ് മോട്ടിവേഷൻ. അതായത് നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡിലല്ലേ ഞാൻ എന്റെ ഡ്യൂട്ടി ഇങ്ങനെ ചെയ്യുള്ളൂ വേണമെങ്കിൽ മതി എന്നുള്ള ഒരു മൈൻഡോട് കൂടിയിട്ടാണ് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണമെങ്കിൽ എന്താ പ്രത്യേകത? അവർക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് അല്ലെ ആ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് വിചാരിക്കുന്ന ലക്ഷ്യം അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം ആ മാനേജ്മെന്റിനോടൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന വ്യക്തികൾ ഉണ്ട് എങ്കിലാണ് ലക്ഷ്യം പ്രധാനമായിട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എന്താണ് അത് നല്ല രീതിയിൽ നമ്മുടെ ലക്ഷ്യം ഇതാണ് കേട്ടോ, ഈ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവണം എന്നുള്ള ഒരു മോട്ടിവേഷൻ എപ്പോഴും എന്താണ് അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. അപ്പൊ 2-3 കാര്യങ്ങളാണ് ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് ലക്ഷ്യം നേടിയെടുക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട എലമെന്റ്സ് എന്ന് പറയുന്നത്. ഒന്ന് സോഷ്യൽ സിഗ്നിഫിക്കൻസ്. അത് നമുക്കറിയാം ഇപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി നിലനിർത്താനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. പിന്നെ നമുക്കിപ്പോ സ്ഥാപനത്തിന്റെ നമുക്കറിയാലോ ഇന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് അവർക്ക് സ്പെഷ്യലി ഒരു ഡിഗ്നിറ്റി തരുന്നത് അല്ലെ. നമ്മൾ ഏറ്റവും പേര് കേട്ട അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിലാണ് നല്ല കമ്പനിയുടെ ഏറ്റവും ഹൈ റേറ്റ് ഉള്ള സ്ഥാപനത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിനൊരു ഡിഗ്നിറ്റി ഉണ്ട്, ഒരു അന്തസ്സുണ്ട്. അത് എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നല്ലൊരു അന്തരീക്ഷം ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാനുള്ള കാര്യം പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ്. അതോടൊപ്പം തന്നെ എന്താണ് എല്ലാവർക്കും ആ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ഒരു പ്രേരണ അത് എപ്പോഴും ഉളവാക്കി കൊടുക്കേണ്ട നിയമാവലികളൊക്കെയാണ് എപ്പോഴും സ്ഥാപനം കൊണ്ടുവരുന്നത്. അങ്ങനെ വരുമ്പോൾ ലക്ഷ്യം പ്രധാനമായിട്ടും വളരെ സ്പീഡിൽ തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ പറയുന്ന എലമെന്റ്സ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, പ്രത്യേകിച്ച് ഡൗട്ടൊന്നും അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു മാറ്റം കൂടി നോക്കാം. എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് വേഴ്സസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു പണ്ട് ഹ്യൂമൻ റിസോഴ്സിന് അത്ര പ്രാധാന്യം അല്ലെ. നമ്മള് പഴയ കാലഘട്ടങ്ങളിലൊക്കെ എന്താണ് ഒരു മെഷീൻ ഒന്നും കണ്ടുപിടിക്കാത്ത കാലഘട്ടമൊക്കെ ആയിരുന്നു. എല്ലാവരും ജീവനക്കാര് അല്ലെ തൊഴിലാളികൾ തന്നെ തൊഴിൽ ചെയ്തുകൊണ്ടാണ് ഓരോ ലക്ഷ്യങ്ങൾ നേടിക്കൊണ്ടിരുന്നത്.
പിന്നീട് നമുക്കറിയാം മെഷീൻ കാര്യങ്ങളൊക്കെ വന്നോട് കൂടിയിട്ട് നമുക്കറിയാം മെഷീൻ എന്നൊക്കെ പറയുന്നത് മാത്രമല്ല ഒരു സ്ഥാപനത്തിന് ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടത് അവിടെ പ്രധാനമായിട്ട് മനുഷ്യന്റെ വിഭവശേഷിയും കൂടി ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ലക്ഷ്യം നേടിയെടുക്കാനൊക്കെ സാധിക്കുകയുള്ളൂ എന്ന് പുതിയ കാലഘട്ടം കൊണ്ട് മനസ്സിലായി. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ്, പണ്ട് ഈ മെഷീൻസ് ഒന്നും ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ താഴെക്കരയിലുള്ള ജനങ്ങളെ പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പേഴ്സണൽ മാനേജ്മെന്റ് ഡ്യൂട്ടി. കേസ് എന്തെങ്കിലും അല്ലെ ഇഷ്യൂസ് തൊഴിലാളികളുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ എപ്പോഴും തൊഴിലാളികളും തൊഴിലുടമയും തമ്മിലുള്ള ഇതുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഏത് ഫീൽഡിലും വർക്ക് ചെയ്യും. വളരെ റയറായിട്ടൊക്കെയാണ് മെഷീൻസ് ഒക്കെ ഉണ്ടാവുക. അപ്പൊ ഈ മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തൊഴിലാളികളെ പണിയെടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അപ്പൊ തൊഴിലാളികൾക്ക് കൊണ്ടുവന്ന പ്രോബ്ലംസുകളെല്ലാം മാനേജ്മെന്റിനെ അറിയിക്കുക. അങ്ങനെ ഒരു ഇടനിലക്കാരന്റെ ഡ്യൂട്ടി ആയിരുന്നു പേഴ്സണൽ മാനേജറിന് ഉണ്ടായത്. പക്ഷെ ഈ കാലഘട്ടത്തിൽ വ്യത്യാസമായി അല്ലെ, നമുക്കറിയാം മെഷീൻസ് ഒക്കെ ഒരുപാട് ഉപയോഗപ്രദമായി, അതെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ ഒത്തിരി പേഴ്സൺസ് ഒക്കെ ഉണ്ട് എവിടെയും. പക്ഷെ ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമാണെന്നുള്ള കാര്യം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയുള്ള കാര്യമാണെന്ന് മനസ്സിലായി. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന പ്രധാനപ്പെട്ട ഒരു വിങ് അല്ലെ, അത് കൈകാര്യം ഇപ്പൊ നമുക്കറിയാം മിക്ക ഹോസ്പിറ്റൽ സ്ഥാപനങ്ങളിലും മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിൽ HRM എന്ന ഒരു വിങ് തന്നെ. അപ്പൊ അവിടെ എന്താണ്, ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ പേഴ്സണൽ മാനേജ്മെന്റ് എന്നുള്ളതിലേക്ക് കൺസിഡർ ചെയ്യുമ്പോൾ അതൊരു പഴയ കാലഘട്ടത്തിന്റെയാണ്, ഇത് HRM എന്ന് പറയുന്നത് പുതിയ കാലഘട്ടത്തിന്റെയാണ്. അപ്പൊ അതിന്റെ ഡിഫറൻസ് അത് എടുത്ത് പറയുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് ഓൾഡ് കൺസെപ്റ്റ് ആണ്, നെക്സ്റ്റ് HRM എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് കൺസെപ്റ്റ് ആണ്. അപ്പോ അതിന്റെ പോയിന്റ് വൈസ് ആയിട്ട് നമുക്ക് നോക്കാം. മാനേജ്മെന്റ് ഓഫ് മെഷീൻ ഓപ്പറേറ്റേഴ്സ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് മെഷീനൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ് പേഴ്സണൽ മാനേജറിന്റെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. ഇവിടെ നോക്കുക, കൺസേൺഡ് വിത്ത് ഡിസിഷൻ മേക്കേഴ്സ്. ഇവിടെ വ്യത്യസ്തമായി, കാരണം അവിടെ എല്ലാ തരത്തിലും തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു റോളായി മാറിയത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നമ്മൾ തീരുമാനങ്ങൾ എടുക്കാന്ന് പറയുമ്പോൾ അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ ഓരോ വർക്കേഴ്സിന്റെയും അഭിരുചിക്കും, ഓരോ ഫീൽഡിൽ അല്ലെ, ഓരോ ഫീൽഡിലുള്ള വർക്കേഴ്സിനും എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു തരണം, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയുള്ള കുറെ തീരുമാനങ്ങൾ എടുക്കേണ്ട മാറ്റേഴ്സുകളാണ് അവിടെ വരുന്നത്. ഇനി ഇവിടെ ഫസ്റ്റ് വൺ പറയുന്നത്, സെക്കൻഡ് വൺ പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻ. നേരത്തെ പറഞ്ഞ തൊഴിലാളികളെ കൊണ്ട് തൊഴിൽ പണിയെടുപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പേഴ്സണൽ മാനേജറിന്റെ ഡ്യൂട്ടി ആയിരുന്നത്. അപ്പൊ അവിടെ എന്താണ്, അവിടെ ഉണ്ടാവുന്ന പ്രോബ്ലംസുകളെല്ലാം ഈ ഇടനിലക്കാരൻ എന്ന രീതിയിൽ പേഴ്സണൽ മാനേജ്മെന്റിനെ അറിയിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട റൂളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ എന്താണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ്. അവിടെയുള്ള ഓരോ എംപ്ലോയീസിന്റെ ഇടയിൽ നല്ലൊരു ബന്ധം വളർത്തിയെടുക്കുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ചെയ്യേണ്ടിയിരിക്കുന്നത് അല്ലെ. അവർക്ക് അനുകൂലമായ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കണം, അങ്ങനെയൊക്കെ അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു രീതിയാണ്. ഇനി ഇവിടെ എന്താണ്, മാനേജ്മെന്റ് ഓഫ് ലോവർ ലെവൽ സ്റ്റാഫ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, എവിടെയാണ് ലോവർ ലെവൽ ആയിട്ടുള്ള സ്റ്റാഫിന്റെ ഇടയിലാണ് മാനേജ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. മാനേജ്മെന്റ് ഓഫ് ഓൾ ലെവൽസ് ഓഫ് സ്റ്റാഫ്. അപ്പോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം അല്ലെ, ഏത് ടോപ്പ് ലെവൽ ലെവലിലാണെങ്കിലും മിഡിൽ ലെവലിലാണെങ്കിലും താഴെ അപ്പർ ലെവൽ അല്ലെ, ഇതൊക്കെ ഏറ്റവും താഴെയുള്ള ലെവലിലാണെങ്കിലും അവിടെയുള്ള എല്ലാ വർക്കേഴ്സിനെയും തൃപ്തിപ്പെടുത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ തയ്യാറാക്കി ഒന്നിച്ച് അല്ലെ ഒറ്റക്കെട്ടായിട്ട് ലക്ഷ്യം നേടാനായിട്ട് പ്രാപ്തരാക്കേണ്ട ഒരു അവസ്ഥയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഡ്യൂട്ടിയായിട്ട് വരിക. then എന്തെന്ന് പറയുന്നത് ഓൾഡ് കൺസെപ്റ്റ് ആണ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് കൺസെപ്റ്റ് ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.
എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? നെക്സ്റ്റ് നമുക്ക് എടുക്കാം അതർ ഡെഫിനേഷൻസ് ആണ്. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് ഡെഫിനേഷൻസ് ഒന്ന് തുടങ്ങി വെക്കാതെ കുറച്ച് ഡെഫിനേഷൻസ് ഇച്ചിരി കൂടി എന്താ പറയുക ഡീപ്പായിട്ട് പഠിപ്പിക്കേണ്ടതുണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം എന്തൊക്കെ പോയിന്റ്സ് ആണ് ഇതിൽ ഉള്ളടക്കം വന്നിരിക്കുന്നത് എന്നൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഡെഫിനേഷൻസ് എന്തായാലും എല്ലാ ഡെഫിനേഷൻസും എല്ലാ വ്യക്തികളുടെയും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഓരോ വ്യക്തികളും വ്യത്യസ്ത രീതിയിലാണ് ഹ്യൂമൻ റിസോഴ്സിനെ വിവേചിച്ചിരിക്കുന്നത് അല്ലെ. ചിലപ്പം നേരത്തെ പറഞ്ഞു ഓരോരുത്തർക്ക് വ്യത്യസ്ത ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എന്താണ് ഇവരുടെ ഡെഫിനേഷൻസ് വ്യത്യസ്ത രീതിയിൽ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇപ്പൊ ഫസ്റ്റ് ഡെഫിനേഷനിൽ പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദാറ്റ് സ്റ്റേജ് ഓഫ് മാനേജ്മെന്റ് which carries out the effective control and the use of manpower as a distinguished from other source of power. അതായത് മറ്റു സോഴ്സ് അല്ലെ, മറ്റു ഒരു റിസോഴ്സസ് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവിടെ എന്താണ് ഒരുപാട് കൈകാര്യം ചെയ്യേണ്ടതില്ല. ഇപ്പൊ ഫിനാൻസ് അല്ലെങ്കിൽ മെഷീൻ അങ്ങനെയൊക്കെയുള്ള വിഭവശേഷിയൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും ഒരു സിമിലർ രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ അല്ലെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് മനുഷ്യന്റെ വിഭവശേഷി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അല്ലെ. അത് വ്യത്യസ്ത രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ടാവും അല്ലെ. അവരുടെ വർക്കുകൾ നന്നായിട്ട് കാര്യക്ഷമമായിട്ട് പോകുന്നതിന് അവർക്ക് വ്യത്യസ്ത രീതിയിലുള്ള കൺട്രോളിംഗ് നിയന്ത്രണങ്ങളെ ഏർപ്പെടുത്തേണ്ടതായിട്ട് വരും. പേഴ്സണൽ മാനേജ്മെന്റ് ഇസ് ദാറ്റ് സ്റ്റേജ് ഓഫ് മാനേജ്മെന്റ് which carries out the effective control and the use of manpower as a distinguished from other source of power. അപ്പൊ മറ്റു കാര്യങ്ങളിലല്ലേ നമ്മള് മെഷീൻ ഇത്ര സമയം ഉപയോഗിക്കാമോ, ഇത്ര സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്യണം, ഇന്നില്ല കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ മെഷീനെ സംബന്ധിച്ച് നമുക്ക് ഇറക്കാൻ സാധിക്കും. അതേസമയം മാൻ പവറിനെ സംബന്ധിച്ച് നമുക്ക് ഒരുപോലെ കുറച്ച് കാര്യങ്ങളൊന്നും നിർദ്ദേശിക്കാനായിട്ട് സാധിക്കുന്നത് നല്ല കാര്യക്ഷമമായിട്ടുള്ള കൺട്രോളിങ്ങിലൂടെ കൂടി മാത്രമേ അവർക്ക് നന്നായിട്ട് മാക്സിമം വർക്ക് ചെയ്തുകൊണ്ട് ഒരു ഓർഗനൈസേഷനിൽ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എന്താണ് നമ്മുടെ ഡെഫിനിഷന്റെ ഫസ്റ്റ് ഡെഫിനിഷനിൽ പറയുന്നത്. ഇനി സെക്കൻഡ് ഡെഫിനിഷൻ നോക്കാം. എഡ്വേർഡ് ഫ്ലിപ്സ്റ്റേറ്റസ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ്? അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദ പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് ദ പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, integration, maintenance and separation of human resources to the end that individual organization and social objectives are fulfilled. അതായത് അതിന്റെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് അല്ലെ നമ്മുടെ മനുഷ്യന്റെ വിഭവശേഷി എന്ന് പറയുന്ന വ്യത്യസ്ത രീതിയിലാണ്. ആദ്യം തന്നെ എന്താണ് ഇൻഡിവിജ്വൽസിന് ഓർഗനൈസേഷൻ അത് വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ ഒരു പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് planning, organizing, directing and controlling of the procurement of development, compensation, integration, maintenance and separation of human resources. അതായത് മനുഷ്യന്റെ വിഭവശേഷി അത് നമ്മൾ എന്തായാലും അല്ലെ നമ്മൾ കുറച്ചും കൂടി എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ടാവും, അതല്ലെങ്കിൽ എന്തെങ്കിലും വിഭവശേഷിയിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ നമ്മളൊരു വർക്ക് ചെയ്യാൻ അപ്പൊ ആ വർക്ക് ഒരു സാധാരണ ഒരു 8 മണി തുടങ്ങി 2 മണി വരെ വർക്ക് ചെയ്യുമ്പോൾ ഇത്രയും കൂലിയാണ് കൊടുക്കുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. ഓരോ വേർഡായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അപ്പൊ ഓരോ ഇത് പ്രൊക്യൂർമെന്റിൽ തന്നെ സംഭരണ ശേഷി എന്നാണ്, സംഭരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് ഓരോന്ന രീതിയിലേക്ക് കൊണ്ടുതരാം. അതായത് ഒരു വർക്ക് അതിപ്പോ 8 മണി തുടങ്ങി 1 മണി വരെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ വ്യക്തിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു വ്യക്തി 1 മണിക്ക് ശേഷം 1:30 വരെ വർക്ക് ചെയ്യാണെങ്കിൽ എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ ഒക്കെ വാഗ്ദാനം ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ അവർക്ക് അത് ചെയ്യാനായിട്ട് അല്ലെ ഓവർഫിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ടെൻഡൻസി. അതല്ലെങ്കിൽ ചിലപ്പോ ആണെങ്കിൽ ഇവർ കറക്റ്റ് ആയിട്ട് പങ്ക്ച്വൽ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ എന്താണ് പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാനായിട്ട് 8 മണി തുടങ്ങി 1 മണി വരെ അവർ കൃത്യമായിട്ട് വർക്ക് ചെയ്യണില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മൾക്കറിയാം കൃത്യസമയത്തിനൊന്നും വന്നില്ല, അങ്ങനെ എന്താണ് പച്ച മെഷീനൊക്കെ കൊടുത്ത് അവരെ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇനി ഇൻ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കോമ്പൻസേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും അതല്ലെങ്കിൽ മെയിൻ്റെനൻസ് നമ്മൾ അപാകതകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുകയൊക്കെ ചെയ്യണം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ഡ്യൂട്ടി നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ വളർത്തിയിരിക്കാൻ വേണ്ടി. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ചില പദ്ധതികളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യണം അല്ലെ. ഈ വ്യക്തിയില്
വർക്ക് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ സമയക്രമം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ അദ്ദേഹം കൈകാര്യം ചെയ്യും. അതല്ലെങ്കിൽ ഇവർക്ക് ഇത്തിരി കൂടി സാറ്റിസ്ഫാക്ഷൻ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അല്ല ഇത്തിരി കൂടി സാലറി കൂട്ടി കൊടുക്കും. ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഡ്യൂട്ടി ഈ കേസ് ചിലപ്പോൾ അവർക്ക് ഇത്തിരി കൂടി സാറ്റിസ്ഫാക്ഷൻ ആവാനായിട്ട് ചിലപ്പോൾ മീറ്റിംഗ് മേടിച്ചു കൂട്ടാനുള്ള അവസരങ്ങളൊക്കെ ഇവർക്ക് അലോട്ട് ചെയ്തു കൊടുക്കും. ചില സ്റ്റാറ്റസിൽ ഇരിക്കുന്ന ജോലിയിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക്. അപ്പൊ അവർക്ക് എന്താണ് അവർക്ക് ഒരു ഇച്ചിരി കൂടി വന്നസുചര്യയാണ് ഒരു ഇത്തിരി കൂടി സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ജോലി ചെയ്യാനായിട്ട് തയ്യാറാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് അല്ലെ, അത് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. എവിടെയാണ് നമുക്ക് മാറ്റങ്ങൾ വരുന്നത്, ആസൂത്രണം ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം, അതെങ്ങനെയാണ് സംഘടിപ്പിക്കേണ്ടത്, ഏത് വ്യക്തികൾക്കാണ് സമയ നിയന്ത്രണം കൊടുക്കേണ്ടത്, ഏത് വ്യക്തികൾക്കാണ് ഏത് കൂടി ഇൻസെന്റീവ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് വ്യക്തികൾക്കാണ് ഇച്ചിരി കൂടി മീറ്റിംഗ് വിളിച്ച് കൂട്ടാനുള്ള ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. അങ്ങനെ അതിനെ കുറിച്ചിട്ട് ആസൂത്രണം ചെയ്യണം, അത് സംഘടിപ്പിച്ചു കൊണ്ടുവരണം. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കണം. ഏത് വഴിയിലൂടെയാണ് നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന കോമ്പൻസേഷൻ ഒക്കെ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വൈകി വന്ന് ഇന്ന ആക്ഷൻസ് ഒക്കെ എടുക്കും, അങ്ങനെയൊക്കെ ഒരു ഡയറക്ഷൻ കൊടുക്കണം. അതോടൊപ്പം തന്നെ കൺട്രോൾ ചെയ്യണം അല്ലെ. ഇങ്ങനെ തന്നെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം നമുക്ക് അതിനനുസരിച്ചുള്ള ആക്ഷൻസ് എടുക്കും, കുറച്ചുകൂടി സാലറി കൂട്ടിക്കൊടുക്കും ഓരോ കാര്യങ്ങൾക്ക് പ്രത്യേകത അനുസരിച്ചിട്ട്. അതേമാതിരി തന്നെ കുറച്ച് കൂടി അല്ലെ കുറച്ചും കൂടി കൺട്രോളിങ് ഓഫ് ദ പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ ആ സംഭരണ ശേഷി അവരുടെ ആ ഒരു സ്ഥാപനത്തിന്റെ ആ ഒരു സംഭരണ ശേഷിയെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യും. അതാണ് എഡ്വേർഡ് ഫിലിപ്പ് സ്റ്റാറ്റസിന്റെ അദ്ദേഹം എഡ്വേർഡ് ഫിലിപ്പ് അഭിപ്രായമാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ് എല്ലാ കാര്യങ്ങളും ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ കോമ്പൻസേഷൻ കൊടുക്കേണ്ടതുണ്ട്, ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ മെയിൻ്റെനൻസ്, സെപ്പറേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, മനുഷ്യന്റെ വിഭവശേഷിയെ സെപ്പറേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള എന്താണ് പ്ലാനിങ്ങും സംഘടിപ്പിക്കലും ഡയറക്ഷനും കൺട്രോളിങ് എന്ന് പറയുന്നതാണ് എന്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Personal management is the planning, organizing, directing and controlling of the procurement, development and compensation, integration, maintenance and separation of human resources to the end that the individual, organizational and social objectives are fulfilled. അപ്പൊ അവസാനം എന്ത് കിട്ടും, ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനൊക്കെ സാധിക്കും. ഓക്കെ, ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ്ലി സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്താണ്, വർക്കേഴ്സിന്റെ ഇടയിൽ കുറെ മെയിൻ്റെനൻസും ഇന്റഗ്രേഷൻ കോമ്പൻസേഷൻ ഒക്കെ കൈകാര്യം ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഈ കാര്യം കോമ്പൻസേഷനും മെയിൻ്റെനൻസ് ഒക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും ഓർഗനൈസിംഗ് ഡയറക്ടിങ്ങും കൺട്രോളിംഗ് ഒക്കെ എന്താണ്, അതൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് ഒന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഈ ആശയത്തിനെ ഒന്ന് വളച്ചു വെച്ചപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ? ഈ ഒരു ഡെഫിനിഷൻ ക്ലിയർ ആയോ? ഒന്ന് രണ്ട് ഡെഫിനിഷൻ കണ്ടു. അപ്പൊ ആദ്യത്തേല് നമ്മൾ പറഞ്ഞു എന്താണ്, ഓരോ വ്യക്തികളും വ്യത്യസ്തമാണ്. അപ്പൊ അവരുടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നല്ലൊരു കൺട്രോളിങ് നടത്തിയിട്ടാണ് ചെയ്യേണ്ടത്. അതുമായി ബന്ധപ്പെട്ടതാണ് ഫസ്റ്റ് ഡെഫിനിഷനിൽ പറഞ്ഞത്. സെക്കൻഡ് വണ്ണിൽ പറഞ്ഞു നമ്മള് ഇവരുടെ റിസോഴ്സസ് ഉപയോഗപ്രദമാക്കാൻ വേണ്ടിയിട്ട്, അതായത് ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമന്റെ ഇതില് ഭേദഗതികളൊക്കെ വരുത്താം. ആ ഭേദഗതികൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും ഓർഗനൈസേഷൻ ഡയറക്റ്റിംഗ് കൺട്രോളിംഗ് ഒക്കെ എന്താണ് പേഴ്സണൽ മാനേജ്മെന്റിന്റെ റോളിൽ പെടുന്ന കാര്യങ്ങളാണ്. തേർഡ് വണ് ഇൻ ദ ഒപ്പീനിയൻ ഓഫ് സ്റ്റീഫൻ ഡ്യൂയാണ്, അതായത് അദ്ദേഹത്തിന്റെ സ്റ്റീഫൻസ് എന്നാണ് ആദ്യം വരുന്നത്. സ്റ്റീഫന്റെ അഭിപ്രായത്തില് എന്താ പറയുന്നത്, പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് അട്രാക്ടിങ്, ഹോൾഡിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് പീപ്പിൾ ദാറ്റ് ഇൻവോൾവ്സ് ഓൾ മാനേജേഴ്സ്, ലൈൻ ആൻഡ് സ്റ്റാഫ്. അപ്പൊ അവിടെ കുറച്ചും കൂടി വിവരിക്കാനുണ്ട്. അത് എന്തായാലും നിങ്ങൾ ഈ രണ്ട് ഡെഫിനേഷൻ വരെ ഒന്ന് നോക്ക്. കാരണം ഇതും കൂടി അതിന്റെ കൂടത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ രണ്ടാമത്തെ ഡെഫിനേഷനോട് കൂടി ഒന്ന് മടുത്തിട്ടുണ്ടാവും. എന്തായാലും ഇതുവരേക്കും ഇന്ന് എടുക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ തേർഡ് ഡെഫിനേഷൻ തുടങ്ങി നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം.
അപ്പൊ ഇതുവരെയൊക്കെയുള്ളതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, വലിയ കുഴപ്പമില്ലാത്ത ചാപ്റ്റർ അല്ലേ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? നമ്മളെ കുറിച്ചിട്ട് തന്നെ അല്ലെ? ചാപ്റ്റർ ഭയങ്കര വലുതാണെങ്കിലും വലിയ പ്രശ്നമില്ല, നമുക്ക് ക്യാച്ച് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. എല്ലാ ചാപ്റ്റേഴ്സും മിക്കതും വലുതാണ്. നിങ്ങൾ ഇതിന്റെ ഇതൊന്ന് മറിച്ചു നോക്കിയാൽ തന്നെ അറിയാം നമ്മൾക്ക് പറ്റുന്ന അല്ലെ കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലുള്ളത്. ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ എടുക്കുന്നത് കുഴപ്പമില്ലാലോ അല്ലെ? സ്പീഡൊന്നും തോന്നുന്നില്ലല്ലോ അല്ലെ? എന്താണെങ്കിലും നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ഡെഫിനിഷൻ തുടങ്ങി നമുക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾ ഒന്ന് വായിച്ചു വിട്ടേക്കുക. കാരണം ഇത്തിരി സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, പക്ഷെ ഇത്തിരി ലെങ്തി ആണ്. മറ്റു ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കേണ്ടതൊക്കെ ആയിട്ട് വരുന്നത് കൊണ്ട് ജസ്റ്റ് അന്നാ തന്നെ വായിച്ചു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സംഭവം അവസാനിച്ചു പോകുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.